പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ട് ഇവന്മാർക്ക് എന്താണ് പെട്ടെന്നൊരു വിളി വന്നിട്ട് ഇങ്ങനെ ഒരു ചർച്ച ആയിരുന്നു. സത്യത്തിൽ ഇത് ഗാർഡിയനിലെ ഒരു ലേഖനം വായിച്ചതിൻ്റെ ഞായറാഴ്ച വന്ന ഒരു ലേഖനം വായിച്ചതിൻ്റെ തുടർച്ചയിലുണ്ടായ ചർച്ചയാണ്. സത്യത്തിൽ സനീഷ്, ഇതിനകത്ത് എനിക്ക് ഇതിൽ ഈ എല്ലാ കാലത്തേക്കും മനുഷ്യൻ ജീവിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ചിന്തകളെ ഒരു പക്ഷേ ജീവിപ്പിച്ചേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ ഒരു തുടർച്ചയിലൊക്കെ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത വളർച്ചയിലുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഇല്ല. അതിനുശേഷം നമ്മളിപ്പോൾ എന്തെല്ലാമാണ് ജീവിതം ഫോണിലൂടെയല്ലേ നടത്തുന്നത്. ഈ ചർച്ചയിൽ പോലും നമ്മൾ ഈ ഫോണുമായി എത്രയോ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കാമല്ലോ. ഫോൺ മാത്രമല്ല, അങ്ങനെ നോക്കിയാൽ മുഴുവൻ എല്ലാ വളർച്ചയും ഈ മട്ടിൽ തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അതിൽ ആയുസിൻ്റെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് മറ്റാരെയുമല്ല, അത് ഈ പുടിനെയും ഷീ ജിൻപിങ്ങിനെയുമാണ്. കാരണം അവർ പറഞ്ഞ കാര്യം എന്താണ്, അവരത് വെറുതെ പറയില്ല. 150 വയസ്സേ അവർ പറഞ്ഞിട്ടുള്ളൂ. ആ 150 വയസ്സിലേക്ക് സ്വാഭാവികമായി എത്തിച്ചേരുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. 150 വയസ്സിലേക്ക്. അതെ. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ ശരീരഭാഗങ്ങൾ പുതുക്കുക, ഈ കോശങ്ങളുടെ വാർദ്ധക്യം തടയുക. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, മനുഷ്യൻ പൊതുവെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ദീർഘകാലം ജീവിക്കുന്നത് വാർദ്ധക്യത്തിലാണ്. ആ വാർദ്ധക്യത്തെ യൗവനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം. അത് ഈ കോശങ്ങളെ പുതുക്കി അതിന് യൗവനം കൊടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ച ഒരു 150, അതായത് സ്വാഭാവിക മരണത്തിന് അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. ഇതിനകത്ത് ചെറിയൊരൊറ്റ കണക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1800-കളിൽ മനുഷ്യൻ്റെ ആയുർദൈർഘ്യം 25 വയസ്സാണ്. 1920 ആകുമ്പോഴേക്ക് പോലും അതിൽ നിന്ന് വലിയ വളർച്ച ഉണ്ടായിട്ടില്ല എന്നോർക്കണം. നമുക്കറിയാവുന്ന, നമ്മൾ പറയുന്ന, നമ്മൾ ചർച്ചകളിൽ ആവർത്തിക്കുന്ന ചരിത്രത്തിൽ 30-35 വയസ്സ് വരെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു. 1950 അത് ഇവിടെ ഇന്ത്യയിലെ കാര്യമാണ് കേട്ടോ, 35 വയസ്സാണ് ഇന്ത്യയിലെ വളർച്ച. ഞാൻ ഈ പറയുന്നത് ലോകം മുഴുവനുള്ള കാര്യമല്ല. 2000-ലാണ് അത് 62-ലേക്ക് എത്തുന്നത് ശരാശരി ആയുർദൈർഘ്യം. 2019 അത് 70 വയസ്സിലേക്ക് എത്തുന്നുണ്ട്. ഈ വളർച്ച തന്നെ ഒരു സൂചകമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് വാർദ്ധക്യത്തെ നീട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത് വാർദ്ധക്യത്തെ യൗവനമായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ഒരു പക്ഷേ 150 വയസ്സ് വരെയൊക്കെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഇതിനകത്ത് പറയേണ്ടുന്നതാണ്, അല്ല അത്ര വരെ പോകാൻ പറ്റും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അമരത്വം, അതായത് മരിക്കാതിരിക്കുക എന്ന സംഗതിയിലേക്ക് പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും കുഞ്ചൻനമ്പ്യാരുടെ ഒരു കവിതയുണ്ട്, കാലമില്ലാത്ത കാലം. അതിന്റെ കൂടെ ഈ ലോകയില് അതുകൂടെ പറയാനാണ് വന്നത്. ലോകയിലെ കല്യാണി പ്രിയദർശനെ മരിക്കാതെ ജീവിക്കുക. അതിന്റെ പ്രശ്നം എന്താണ്? അവർ ഭയങ്കര സങ്കടം, ഒരുപാട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ പരിചയമുള്ള ആൾക്കാരൊക്കെ